പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മളിന്ന് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ദൈവവചന ഭാഗം കർത്താവിൻ്റെ ദാസൻ പീലാത്തോസിൻ്റെ 8 പ്രാവശ്യമുള്ള തൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും താൻ നടക്കുന്ന ഇതിനെ ആധാരമാക്കി അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചല്ല. വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു രംഗമാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മളിന്ന് അവനിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നുള്ള ഇത് നമ്മളിന്ന് ഷെഡ്യൂൾ ചെയ്ത ഭാഗത്ത് 3 പ്രാവശ്യം ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ട് അതിനേക്കാൾ അധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ നോക്കിയിട്ട് ഒരു കുറ്റവും അവനിൽ കാണുന്നില്ല എന്ന് പീലാത്തോസ് പറയുന്നതായിട്ടുള്ള രംഗം. എന്നാൽ ഒരു കുറ്റവും കാണാൻ കഴിയാത്ത വ്യക്തിയെ ഏറ്റവും ഒരു അധമഭാവിയെ അനുഭവിക്കുന്നത് പോലെ ഉള്ള ആ മരണശിക്ഷ, ഏറ്റവും ക്രൂരമായ മരണശിക്ഷ കർത്താവിന് നൽകി കർത്താവ് അത് ഏറ്റെടുക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യവും, കർത്താവ് ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെ വളരെ ഹൃദ്യമായ നിലയിൽ നമുക്ക് അതിന് ഉത്തരം നൽകുന്നുമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതും, വിശ്വാസികളായിട്ടുള്ള നമ്മൾ, കർത്താവിനെ സ്വീകരിച്ച നമ്മൾ, കർത്താവ് ഞാൻ നിസ്സാരമെന്ന് തോന്നുന്ന, ഞാൻ വിചാരിക്കുന്ന പാപങ്ങൾ അത് ഇത്രമാത്രം ക്രൂരമായിരുന്നോ, ഇത്രമാത്രം ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്നതായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും, ഇനി പാപത്തെ വിട്ട് നീതിയിൽ ജീവിക്കാനായിട്ടുള്ള നമുക്കുള്ള ഒരു സമർപ്പണവുമായിട്ട് നമുക്ക് തീരാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കേണ്ടതായിട്ടില്ലല്ലോ എന്ന് പറയുക. നമുക്കറിയാം, ഇന്നലെ നമ്മൾ കണ്ടത് പത്രോസ്ലിയ വളരെ വീറോടുകൂടെ, കർത്താവെ നിന്നെ ഒരിക്കലും ഞാൻ കാണിച്ചു കൊടുക്കുകയില്ല, അല്ല നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ച് പോകുകയില്ല, നിനക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആദ്യം അത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാലേ നിനക്ക് സംഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് താൻ പറഞ്ഞെങ്കിലും പത്രോസ്ലിഹയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി വളരെ ദയനീയമായിട്ട് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുകയും വളരെ ദയനീയമായിട്ട് അദ്ദേഹത്തിന് തൻ്റെ ഫെയിലിയർ മനസ്സിലാകുകയും കൈപ്പോടെ കരഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം ശക്തി വെച്ച്, കർത്താവെങ്കിലും അവനെ വെറുത്തില്ല, കാരണം ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം ശക്തി വെച്ച് ഇതൊന്നും സാധിക്കത്തില്ലെന്നും ദൈവകൃപയാൽ മാത്രമേ അത് സാധിക്കത്തുള്ളെന്നും ദൈവം നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ദൈവകൃപയിൽ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുമുള്ള കാര്യം കർത്താവിന് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവന് തൻ്റെ ശിഷ്യനെ തള്ളിക്കളയുകയോ, ഒരുപക്ഷെ പത്രോസിന് കുറച്ച് ജാള്യതയൊക്കെ തോന്നിക്കാണാം, എന്നാൽ തന്നെ ഇത്രമാത്രം ഇമേജുള്ള ഞാൻ ഇങ്ങനെ വീണു പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ തോന്നിക്കണ്ടേക്കാം. അതൊന്നും നമുക്ക് അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ തന്നെ നമുക്ക് കർത്താവ് അവനെ തള്ളിക്കളഞ്ഞില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ ജീവിതത്തിലും വളരെ നമുക്ക് തന്നെ നമ്മളോട് പലപ്പോഴും നീതീകരിക്കാൻ കഴിയാത്ത, നമുക്ക് തന്നെ ലജ്ജ തോന്നുന്ന നിലയിലുള്ള വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളായി തീർന്നതിന് മുമ്പും തീർന്നതിന് ശേഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. എന്നാൽ കർത്താവ് നമ്മളിൽ ഉള്ളത് എന്താണെന്ന് സ്വതവേ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളെ ആരെയും കർത്താവ് റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. നമ്മുടെ സ്വഭാവം അതാണെന്ന് അടിസ്ഥാനപരമായിട്ട് കർത്താവിന് അറിയാം. അതുകൊണ്ട് നമ്മളാരും ഇനിയും ഭാരപ്പെട്ട് മാറി നിൽക്കേണ്ടതില്ല. പത്രോസ്ലിയായ്ക്ക് മാറി നിൽക്കാതെ പിന്നെയും ദൈവകൃപയിലാകാനും കർത്താവിന് വേണ്ടി ചില ദിവസങ്ങൾക്ക് ശേഷം കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാനും തക്കവണ്ണം തന്നെ കരങ്ങളിൽ കർത്താവിന് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ ഈ പരാജയവും ബലഹീനതയുമാണ് നമ്മളിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവകൃപയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന പക്ഷം കർത്താവിന് വീണ്ടും നമ്മളെ ഉപയോഗിക്കാനായിട്ട് കഴിയും. കർത്താവ് ഒന്ന് പരാജയപ്പെട്ടെന്നോ, ഒന്ന് വീണുപോയെന്നോ, ഒന്ന് തകർന്നു പോയെന്നോ ഒന്നും വെച്ച് നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല, മറിച്ച് വീണ്ടും തൻ്റെ കൃപയുടെ മാനപാത്രമാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്താനും തൻ്റെ കൃപയുടെ പാത്രങ്ങളാക്കി നമ്മളെ തീർക്കാനും കർത്താവിന് കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് വായിച്ച ഭാഗവും ദൈവദാസൻ അതിനെ ആ 8 പ്രാവശ്യം പീലാത്തോസ് പോയ
അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. ഞാനതിനെ ഒരു 4 ഭാഗമായിട്ടാണ് ഞാനത് വായിച്ചപ്പം പെട്ടെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് 28 മുതൽ 32 വരെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇനീഷ്യലായിട്ട് കയ്യഫാവിൻ്റെ അടുത്തുനിന്ന്, അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ന്യായവിധിയൊക്കെ കഴിഞ്ഞു. ആദ്യം ഹന്നാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി, പിന്നെ കയ്യഫാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി, പിന്നെ തിരിച്ച് സന്നിധി സംഘം എന്ന് പറയുന്ന അവർ വീണ്ടും കർത്താവിനെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ വിശേഷപ്പെട്ട ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പീലാത്തോസിൻ്റെ കൊട്ടാരം ഇതിൻ്റെ അടുത്തല്ലായിരുന്നു. സത്യത്തിൽ നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അത് കടൽ തീരത്ത് ആയിരുന്നു, കൈസരിയയിൽ കടൽ തീരത്തായിരുന്നു എന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഈ വിശേഷ അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഈ ആലയത്തോട് അടുത്ത് തന്നെ ഒരു ആസ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളതും, ഇത്തരം സാഹചര്യങ്ങളിൽ അദ്ദേഹം ആ സമയത്ത് അവിടെയുള്ള നാടുവാഴിയായിട്ടുള്ള വ്യക്തി അവിടെ കടന്നു വന്ന് അവിടുത്തെ ലോ ആൻഡ് ഓർഡറും കാര്യങ്ങളും ഒക്കെ നിരീക്ഷിക്കാൻ തക്കവണ്ണം കടന്നു വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം അവിടെ പീലാത്തോസിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മറ്റുള്ള സോഴ്സസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ പീലാത്തോസിൻ്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ഇന്ന് സാധാരണഗതിയിൽ ഒരു അവേർഷൻ തോന്നുന്ന ഒരു കാര്യമാണ് മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ആരെങ്കിലും മാറ്റി നിർത്തുകയോ, നിങ്ങളിങ്ങോട്ട് കയറണ്ട, നിങ്ങളിങ്ങോട്ട് വരണ്ട, ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, നിങ്ങൾ കയറിയാൽ ഇത് അശുദ്ധമാകും, നിങ്ങൾ ഞങ്ങളുടെ പുസ്തകമൊന്നും തുടരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് അപമാനമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ മോഡേൺ ഏജിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ അങ്ങനെ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ റിയലി ഹർട്ടാകും, നമ്മളതിനെ ചോദ്യം ചെയ്യും എന്ന് നമുക്കറിയാം. അപ്പോൾ പീലാത്തോസിൻ്റെ നമുക്കറിയാം പെസഹയുടെ ഒരുക്ക ദിവസമായിരുന്നു എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ദൂരെയുള്ള ആൾക്കാരൊക്കെ കടന്നു വന്ന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന ഈ സമയത്ത് പീലാത്തോസിൻ്റെ ഈ ആസ്ഥാനത്ത് പോയിട്ട് തങ്ങൾ അശുദ്ധരായിട്ട് തീരാതിരിക്കാൻ, പ്രത്യേകിച്ച് പുളിപ്പുള്ള എല്ലാ സാധനവും വീട്ടിൽ നിന്ന് നീക്കിക്കളയണം പെസഹയ്ക്ക് മുന്നേ എന്നുള്ളത് അവർക്കൊരു ആചാരമായിരുന്നു. അത് ചില ദിവസങ്ങൾ മുന്നേ തന്നെ അവർ വീട്ടിലുള്ള എന്തെങ്കിലും നിലയിലുള്ള പുളിപ്പുകളെല്ലാം മാറ്റിക്കളയാൻ തക്കവണ്ണം വീട്ടിലെ സകല സാധനങ്ങളും എടുത്ത് ക്ലീൻ ചെയ്യുകയും അതൊക്കെ എടുത്ത് വെടിപ്പാക്കുകയും ഒരു നിലയിലുള്ള പുളിപ്പും ആ ഭവനത്തിലില്ല, അശുദ്ധിയും ആ ഭവനത്തിലില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് പെസഹയ്ക്ക് മുന്നേ സാധാരണ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് അവരുടെ വീടൊക്കെ ക്ലീനാണ്, എന്നാൽ തങ്ങൾ അശുദ്ധരായിട്ട് ഈ പീലാത്തോസിൻ്റെ അരമനയിലേക്കുള്ളിൽ കടന്ന് അവിടെ കയറി അശുദ്ധരാകാതിരിക്കാൻ തക്കവണ്ണം അവർ അങ്ങോട്ട് കയറിയില്ല. എന്നാൽ ഇവിടെ കാണുന്നത് പീലാത്തോസ് പുറത്തു വന്നു എന്ന് കാണുകയാണ്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പീലാത്തോസ് കീഴടങ്ങിയെന്ന് നമ്മൾ ചിന്തിക്കുമ്പം, തുടർന്ന് നമ്മളതിൻ്റെ 19-ാം അധ്യായത്തിലും നമ്മൾ വായിച്ച പീലാത്തോസ് ഭയപ്പെട്ടു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞങ്ങൾക്ക് അതിൻ്റെ 8-ാം വാക്യത്തിൽ ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു എന്നവിടെ വായിക്കുക. അതിന് ചില കാരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഏകദേശം 5 വർഷമാകുന്നുണ്ട് ഈ സമയമാകുമ്പം പീലാത്തോസ് അവിടുത്തെ നാടുവാഴിയായിട്ട് വന്നിട്ട് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് അഗസ്റ്റസ് സീസറിൻ്റെ കൊച്ചുമോളെയാണ് എന്നാണ് നമുക്ക് വായിച്ച് അറിയാനായിട്ട് കഴിയുന്നത്. അവരാണ് ഈ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പീലാത്തോസിനെ എഴുത്തയച്ചത് അല്ലെങ്കിൽ പറഞ്ഞു വിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ പീലാത്തോസിന് 3 പ്രാവശ്യം ഇതിനു മുന്നേ യഹൂദന്മാരോട് ഫൈറ്റ് ചെയ്തിട്ട് കൈസറിൻ്റെ മുന്നിൽ പരാജയപ്പെട്ട ഒരു അനുഭവം പീലാത്തോസിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആദ്യം അവിടെ നാടുവാഴിയായിട്ട് വരുന്ന സമയത്തും ഒരു ആഘോഷം നടത്തിയതുമായിട്ടുള്ള ബന്ധത്തിൽ അതിൽ ചില വിഗ്രഹങ്ങളും ഇതുമൊക്കെ അഗസ്റ്റസ് സീസറിൻ്റെയും അതുപോലെ ചക്രവർത്തിയെ ആരാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ചക്രവർത്തിയുടെ ആ നാണയത്തിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഒരു രൂപം, തലയുടെ ഭാഗത്തുള്ള ആ രൂപം വെച്ച് അത് യെരുശലേമിലേക്ക് വരികയും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലത് സ്ഥാപിക്കുകയും ചെയ്യുകയോ, അതുപോലുള്ള ചില കാര്യങ്ങൾ, അതുപോലെ ഇതുപോലുള്ള റിലീജിയസ് ആയിട്ടുള്ള വേറെ രണ്ട് കാര്യങ്ങളിലൂടെ തർക്കമുണ്ടാകുകയും ഒരുപക്ഷെ
പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് പോലും ഇതാ ഞങ്ങളുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് മുറിച്ചോ, എന്നാലും ഞങ്ങളിത് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് പീലാത്തോസിനോട് ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ മത്സരിച്ചിട്ടുള്ള ചില ചരിത്രങ്ങളും നമുക്കിതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രമാത്രം രൂക്ഷമായിട്ട് ഇത്തരം കാര്യങ്ങളോട് എതിർക്കുകയും പീലാത്തോസ് എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിച്ചാൽ ഉടനെ അത് നേരെ കൈസറുടെ അടുത്തേക്ക് നേരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ചില പരിപാടികളൊക്കെ ഈ യഹൂദന്മാർക്കുണ്ടായിരുന്നത് കൊണ്ട് പീലാത്തോസ് ആ നിലയിൽ തൻ്റെ അധികാരത്തെ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇവർ ഒരുപക്ഷെ പോയേക്കാം എന്നുള്ള നിലയിൽ ഉള്ള ചില ചിന്തകളുള്ളതുകൊണ്ടും, എന്ന് മാത്രമല്ല യഹൂദന്മാരുടെ ഈ ഇത്രമാത്രം മതപരമായിട്ട് നിഷ്ഠയുള്ളവരായിരുന്നതുകൊണ്ട് അവരുടെ മതപരമായിട്ടുള്ള ഫീലിങ്സിനെ ഒന്നും ഒരിക്കലും ഹർട്ട് ചെയ്യരുത് എന്നുള്ള ഒരു മുൻ അനുഭവം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒബ്ലൈജ് ചെയ്തു എന്ന് ഒരുപക്ഷെ നമുക്കവിടെ ചിന്തിക്കാനായിട്ട് കഴിയും. അങ്ങനെ അവിടെ കൊണ്ടുപോയത് ദൈവദാസൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവരുടെ മനസ്സിലിരിപ്പ്, അവർ ഓൾറെഡി മനസ്സിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്ക് കാണാനായിട്ട് കഴിയും 5-ാം അധ്യായം തൊട്ട് തന്നെ അവനെ കൊല്ലണം, അവനെ തരത്തിൽ പിടിക്കണം, അവനെ എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കണം, ഏതെങ്കിലും നിലയിലുള്ള കുറ്റാരോപണങ്ങൾ ഉണ്ടാകത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് യഹൂദന്മാർ യേശു കർത്താവിനെ കൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം നാളുകളായിട്ടുള്ള അവരുടെ ആഗ്രഹമാണ്. അവർ ഓൾറെഡി അവരുടെ മനസ്സിൽ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു, ഇങ്ങനെയുള്ളൊരു വ്യക്തി ഞങ്ങൾക്ക് വേണ്ട, ഇവനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തേ പറ്റൂ, ഇവനെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റിയേ പറ്റൂ. മഹാപുരോഹിതൻ വരെ പ്രവചിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജനം വന്ന് റോമക്കാർ വന്ന് നമ്മളെ ഉപദ്രവിക്കുകയും കീഴടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് ഒരു മനുഷ്യൻ ജനത്തിന് വേണ്ടി മരിക്കുന്നത് നല്ലതെന്ന് പ്രവചിച്ചതായിട്ട് കയ്യഫാവ് പ്രവചിച്ചതായിട്ട് നമ്മൾ നേരെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുകയും കർത്താവ് തൻ്റെ രാജ്യവും എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 3-ാമത്തെ ഭാഗം 19-ാം അധ്യായം തൊട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കർത്താവിനെ മർദ്ദിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണഗതി മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന വ്യക്തികളെ ആദ്യം തന്നെ ചമ്മട്ടിക്ക് അടിച്ച് അവർ ഏകദേശം പകുതി ജീവൻ അവരിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണുകയും, എന്ന് മാത്രമല്ല കർത്താവിനെ ഏതൊക്കെ നിലയിൽ ഇൻഹ്യൂമനായിട്ട് കർത്താവിനെ എത്രമാത്രം ക്രൂരമായിട്ട് ഈ മർദ്ദനമുറകളൊക്കെ പ്രയോഗിക്കാമോ അത് മുഴുവൻ പ്രയോഗിക്കുന്നതും, എന്നിട്ടും അവർക്ക് തൃപ്തിയാകാതെയാണ് അവസാനം മരണത്തിന് വിധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ആ ഭാഗം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് ആദ്യം അവരോട് പ്രസ്താവിച്ചതായിട്ടുള്ളത്, നീ ഏത് രാജാവാണ്, അല്ലെങ്കിൽ നിന്റെ രാജ്യം ഏതാണ്? നമുക്കറിയാം ഒരു വലിയ ചക്രവർത്തി, പ്രത്യേകിച്ച് റോമാ ഭരണകൂടം പോലുള്ള ഒരു രാജവാഴ്ച അല്ലെങ്കിൽ ചക്രവർത്തി വാഴുന്ന ഒരു സ്ഥലത്ത് അവരെപ്പോഴും ജാഗരൂകരായിരിക്കുന്നത് പണ്ടത്തെ കാലത്തും അവരുടെ രാജഭരണത്തെ എങ്ങനെയെങ്കിലും മറിച്ചിട്ട് പകര രാജാവായി തീരാനായിട്ട് ആഗ്രഹിക്കുന്ന ശത്രുക്കളെയും അങ്ങനെയുള്ളവരെയും കുറിച്ച് വളരെ ജാഗരൂകരായിരുന്നു അങ്ങനെയുള്ള ഈ ചക്രവർത്തിമാർ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതാ യഹൂദന്മാരുടെ രാജാവെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് എന്ന് പറയുമ്പോൾ അത് നിശ്ചയമായിട്ട് ചോദിക്കുകയും പറയുകയും അത് യാഥാർത്ഥ്യമാണെങ്കിൽ അങ്ങനെയുള്ള പ്രവണതകളെ മുളയിലെ നുള്ളിക്കളയേണ്ടതും ആവശ്യമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെ കടന്നു വന്ന് ചോദിക്കുക, നിന്റെ രാജ്യം ഏതാണ്, നീ ഏത് രാജാവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് മറ്റുള്ളവർ പറഞ്ഞിട്ടാണോ അതോ നിനക്ക് തന്നെ തോന്നിയത് കൊണ്ടാണോ നീ ചോദിക്കുന്നത് എന്ന് കർത്താവിനോട് അവിടെ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് അവിടെ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കർത്താവ്, കാരണം ഞാൻ യഹൂദനോ, നിന്റെ മഹാപുരോഹിതന്മാരും നിന്റെ ജനവുമാണ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത്, നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു എന്ന് പറയും. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇതാണ് നമുക്ക് കർത്താവ് പറഞ്ഞ ഒരു പ്രധാന പ്രസ്താവനയായിട്ട് അവിടെ നമുക്ക് കാണാൻ. എനിക്കൊരു രാജ്യമുണ്ട്,
അത് ഈ ലോകത്തിൻ്റെ രാജാക്കന്മാരും ചക്രവർത്തിമാരും കാണുന്ന നിലയിലും അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു രാജ്യമല്ല ഞാൻ സ്ഥാപിക്കാനായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞതിനാൽ കർത്താവ് ഉദ്ദേശിച്ചത് എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ആത്മീയമായ രാജ്യമാണ് എന്ന് കർത്താവ് പറയുന്നതായിട്ടാണ്. നമുക്കറിയാം, യഹൂദന്മാർക്ക് ഇത് മനസ്സിലാകാത്തതും ഒരുപക്ഷെ ഇങ്ങനെയല്ല, എൻ്റെ രാജ്യം ലൗകികമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ യഹൂദന്മാർ ഈ പണികളൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഒരുപക്ഷെ വീണ്ടും ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പോലെ മക്കബായരുടെ സമയത്തൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ ഉള്ള ഒരു വിപ്ലവത്തിനൊക്കെ വേണമെങ്കിൽ അവർ തയ്യാറായേനെ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞതിലൂടെ അവരുദ്ദേശിക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഒരു 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 നവോത്ഥാനം ഒന്നും അല്ല കർത്താവ് അവിടെ ചെയ്യാൻ ആഗ്രഹിച്ചത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി സുവിശേഷങ്ങൾ ചിന്തിച്ചപ്പോഴും ഉപമകൾ ചിന്തിച്ചപ്പോഴും ഒക്കെ അത്ഭുതങ്ങൾ ചിന്തിച്ചപ്പോഴും ഒക്കെ നമ്മൾ ചിന്തിച്ചതായിട്ട് കാര്യം. എന്നാൽ അവർക്കത് മനസ്സിലായില്ല എന്താണ് ഈ കർത്താവ് പറയുന്നത്. പല പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പല അത്ഭുത പ്രവർത്തികളും പല കാര്യങ്ങളും കർത്താവ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവരോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ പാപികളാണെന്ന് തിരിച്ചറിയുകയും ആ പാപത്തിന് പരിഹാരമായിട്ട് പാപപരിഹാരമായിട്ട് ഈ ലോകത്തിൽ തൻ്റെ ജീവനെ മറുവിലയായി നൽകാൻ വന്ന യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം, പിതാവിനെ അയച്ചതാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ദൈവരാജ്യത്തിൽ പ്രവേശനം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കി കർത്താവ് പറയുകയും, നിങ്ങൾ കുരുടന്മാരായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നിങ്ങൾ കുരുടന്മാരായിരുന്നിട്ട് നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം. ബാഹ്യമായിട്ടുള്ള മതകർമ്മങ്ങളിലൂടെയോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലൂടെയോ ഒന്നും ഒരു മനുഷ്യനും അവൻ്റെ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അവനാണ് തൻ്റെ ജനത്തെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുന്ന യേശു എന്ന് പേരിടയണം എന്ന് അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ പാപത്തിന്, നമ്മൾ ചെയ്ത പാപത്തിനും നമ്മുടെ പാപ സ്വഭാവത്തിനും പരിഹാരം യേശുക്രിസ്തുവിലുണ്ട് എന്ന് അവരോട് വെളിപ്പെടുത്തുകയും, ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ ഇരിക്കുന്നിടത്തോളം നീ അബ്രഹാമിൻ്റെ സന്തതി അല്ല, അബ്രഹാമിൻ്റെ സന്തതി ആകണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു വരണമെന്നുള്ള കാര്യം അവരോട് പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ ആത്മീയമായിട്ടുള്ള രാജ്യം ആ പാപക്ഷമ പ്രാപിക്കുകയും കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയും സമൂഹം നിസ്സാരരെന്ന് കണ്ടിരുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് അത് ഒക്കെ മനസ്സിലായെങ്കിൽ തന്നെ അതിന് പ്രധാനപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് കർത്താവ് വീണ്ടും അവിടെ പീലാത്തോസിനോട് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്, എൻ്റെ രാജ്യം ഈ വടിയും വാളും വെച്ച് വെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ ആ നിലയിൽ നേടുന്നതോ ആയിട്ടുള്ള ഒരു ഭൂപ്രദേശമോ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ല എൻ്റെ രാജ്യം, മറിച്ച് എൻ്റെ രാജ്യം ഐഹികമല്ല, അത് ആത്മീയമാണ് എന്ന് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രാജ്യം ഐഹികമല്ല, അല്ല ഈ ലോകത്തിലുള്ള രാജ്യമല്ല, അത് ആത്മീയമായിട്ടുള്ള രാജ്യമാണ്. അതാണ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ലിറ്ററലായിട്ട് ഈ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന ഒരു അവസരമുണ്ടെന്നും ഒരു ഭാവികാലമുണ്ടെന്നും നമുക്കറിയാം. അതിനെപ്പറ്റി ദൈവത്തിൻ്റെ വചനം നമുക്ക് അറിവ് തരുന്നുണ്ട്. മാത്രമല്ല ആ രാജ്യത്തിൽ പങ്കാളിയായി തീരാനായിട്ട് ഈ ലോകത്ത് ഒരു ക്രൈസ്തവ പേരോ ക്രൈസ്തവമായിട്ടുള്ള എന്തെങ്കിലും ലേബലുകളോ ഉള്ളതുകൊണ്ട് അല്ല സാധിക്കുന്നത്. യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ യാഗമാക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള ഏക വഴിയല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുള്ളതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നതേ ഇല്ല. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അബ്രഹാം പാസ്റ്റർ ഇതൊക്കെ വിവരിച്ചപ്പോൾ എൻ്റെ കണ്ണിലും കണ്ണുനീര് വന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഇത് കേൾക്കുമ്പോഴും നമുക്ക് സങ്കടം തോന്നും, വിഷമം തോന്നും. എന്നാൽ നമുക്കറിയാമല്ലോ, നമ്മളങ്ങനെ വിഷമിക്കേണ്ടവരോ കണ്ണുനീരൊഴുക്കേണ്ടവരോ അല്ല. കാരണം ഇതൊരു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഫേസ് മാത്രമായിരുന്നു. താൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പാപത്തിനോ മരണത്തിനോ അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. പാപത്തിൻ്റെ ശമ്പളമായ ആ മരണം താൻ അനുഭവിച്ച് ആ പാപത്തെ ജയിച്ചു, പാപത്തിൻ്റെ ഫലമായ മരണത്തെ ജയിച്ചു താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ സംഭവിച്ച കാര്യമാണ്. നമ്മളതുകൊണ്ട് കണ്ണുനീരൊഴുക്കി കർത്താവ് ക്രൂശിൽ കിടക്കുകയാണ്. ആ ക്രൂശിത രൂപത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ഓർക്കാം, കർത്താവ് അതൊക്കെ വിട്ടു മരണത്തെ ജയിച്ച് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. കണ്ടാലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ
തൻ്റെ ആത്മീയമായ രാജ്യം അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നത് കർത്താവ് ഐഹികമല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അനേക ജനഹൃദയങ്ങളിലേക്ക് ഈ ഐഹികമല്ലാത്ത ആത്മീയ രാജ്യം, കർത്താവ് തൻ്റെ സ്നേഹത്താൽ സ്ഥാപിച്ചതായിട്ടുള്ള തൻ്റെ രക്തത്താൽ ഓരോ വ്യക്തിയെയും കഴുകി ശുദ്ധ മനസാക്ഷി അവന് നൽകി അങ്ങനെ അനേക വ്യക്തികളിലേക്കും സമൂഹങ്ങളിലേക്കും പടരുന്നതായിട്ടുള്ള ഈ രാജ്യം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഓർത്ത് സ്തുതിക്കാം. ലിറ്ററലായിട്ടുള്ള അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് ഈ കർത്താവിൻ്റെ വരവിങ്കൽ തന്നെ ഈ ദിവസങ്ങളിൽ നടക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്കായിരിക്കാം. താൻ പറഞ്ഞു, ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായി വന്നിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കർത്താവ് പറയുന്നു. ദൈവദാസൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ എന്ത് പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്ന് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാ അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരയണമോ എന്ന് സമ്മതമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട. മത്തായിയുടെ സുവിശേഷത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി എന്ന് വളരെ ഖണ്ഡിതമായിട്ട് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ചും നമുക്കറിയാം. അടുത്ത ഒരു സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. കർത്താവിനെ അവിടെ 19:1 തന്നെ കാണുന്നു. വാറുകൊണ്ട് അടിപ്പിച്ചു, മുള്ളുകൊണ്ട് കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു, അവൻ്റെ കന്നത്തടിച്ചു തുടങ്ങിയ അനേക മർദ്ദനമുറകൾ കർത്താവ് ധൂമ്രവസ്ത്രവും ധരിച്ച് മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇതാ, നിങ്ങൾ കുറ്റം ആരോപിക്കുന്ന, ഞാനൊരു കുറ്റവും കാണാത്ത, എൻ്റെ രാജ്യം ഐഹികമല്ല ആത്മീയമാണെന്ന് പറഞ്ഞ് തൻ്റെ സ്നേഹത്താൽ അനേക ഹൃദയങ്ങളെ കീഴടക്കിയ ആ മനുഷ്യൻ ഇതാ. ആ കർത്താവിനെ മർദ്ദിച്ച രീതികളും ആ കർത്താവ് കടന്നുപോയ ആ വേദനയുടെ അനുഭവങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് നമ്മളിന്ന് കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ ചാട്ടവാറടിയേറ്റ് തലയിൽ മുൾക്കിരീടം വെച്ച് പകുതി ജീവച്ഛവമായി എന്ന് പറയത്തക്കവണ്ണം അതുപോലെ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിന് പരമാവധി വേദനയും പ്രയാസവും താങ്ങി അതുപോലെ ഒഴുകുന്നവനായിട്ട് എത്ര ക്രൂരമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ആ നിൽക്കുന്ന മനുഷ്യക്കോലത്തെ കാണിച്ചുകൊണ്ട് പറയുക, ആ മനുഷ്യ രൂപത്തെ കാണിച്ചുകൊണ്ട് പറയുക, പീലാത്തോസ് പറയുക, നിങ്ങളൊന്ന് നോക്ക്, ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്ക്. കാരണം ഈ റോമക്കാർ ഇത്ര വലിയ ക്രൂരന്മാരാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അവർക്ക് ചില നിയമങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ചില നിയമങ്ങളോട് കിടപിടിക്കത്തക്ക നിലയിലുള്ള ചില മോഡേൺ നിയമങ്ങളോട് കിടപിടിക്കത്തക്ക നിലയിലുള്ള നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യം കൂടായിരുന്നു റോമാ സാമ്രാജ്യം. അത് വെറുതെ പറയുന്നതൊന്നുമല്ല, വെറും ക്രൂരതയും കണ്ണടച്ച് ചെയ്യുന്നുമില്ല. ചില കാര്യങ്ങൾക്കൊക്കെ ചില നിയമങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ അഡോപ്ഷനെ കുറിച്ചൊക്കെ വായിക്കുമ്പം ഇന്ന് അഡോപ്ഷനെ കുറിച്ചുള്ള അതേ നിയമങ്ങൾ അന്ന് നിലനിരുന്ന ഒരു സംസ്കാരമായിരുന്നു റോമാ സംസ്കാരം എന്ന് പറയാനായിട്ട്. അവർക്ക് വെറുതെ ഒരുത്തനെ അങ്ങനെ ശിക്ഷയ്ക്ക് വിധിക്കാനോ വെറുതെ ഒരുത്തനെ അങ്ങ് കൊന്നുകളയാനോ ഒന്നും പറ്റത്തില്ല. അതിനൊക്കെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചില കാര്യങ്ങളും നിയമങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഈ യഹൂദന്മാരുടെ ഈ നിർബന്ധ നിമിത്തവും അവർ ഇത്തരം ഒരു സാഹചര്യത്തിൽ പീലാത്തോസിനെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ വളരെ അവനെ മേൽ സമ്മർദ്ദം ചെലുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് അവനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട്. സ്വന്തം ഭാര്യ പറഞ്ഞിട്ട് പോലും അതനുസരിക്കാൻ കഴിയാതെ വണ്ണം ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രഷറിലാണ് അവരത് സാധിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ അവരുടെ കണ്ണിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പറയുക, ആ മനുഷ്യൻ ഇതാ, നിങ്ങൾ കുറ്റം ആരോപിക്കുന്ന ആ മനുഷ്യൻ ഇതാ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു എന്ന് അവരോട് പറയുക. അങ്ങനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു എന്ന് നമ്മളവിടെ കാണിക്കുക. ആ മനുഷ്യൻ ഇതാ. എനിക്ക് ആ ഭാഗം വളരെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്ന ഗ്രീക്ക് ഇതിലും അത് വളരെ ഒരു പ്രത്യേകതയോടുകൂടെ ഏതൊരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി, അതാ ഉപയോഗിച്ചേക്കുന്നത്. ആ മനുഷ്യൻ ഇതാ എന്ന് പറയുന്ന ആ ഭാഗം കർത്താവിനെ അങ്ങനെ അവരുടെ മുന്നിൽ നിർത്തിയേക്കുക. അടുത്തതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയും പറയുന്നുണ്ട് ഒരു കുറ്റവും കാണുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം അതിൻ്റെ 18:38 നമ്മൾ വായിച്ചു, അവനിൽ കുറ്റം കാണുന്നില്ല. ഇവിടെ പിന്നെയും പറയുകയാണ് അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നതിൻ്റെ 4-ാം വാക്യത്തിൽ നിർത്തിയേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും.
അവർ പറയുന്ന ഒരു കാര്യമാണ്, അത് നമുക്ക് അത്ഭുതം തോന്നും. കർത്താവിനെ എന്തിനാ ക്രൂശിച്ചത്? എപ്പോഴെങ്കിലും ദൈവമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വിദ്വാന്മാരുണ്ട്. അവർ പറഞ്ഞത് എന്താ? അവിടെ എഴുതി വെച്ചേക്കുകയാണ്. അവിടെ ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, 7-ാം വാക്യം. അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട്, അവൻ ദൈവമാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരുത്തൻ ഇപ്പം ദൈവപുത്രൻ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മനുഷ്യരെല്ലാം ദൈവത്തിന്റെ പുത്രനാന്ന് പറയുന്നതുകൊണ്ട് ഇപ്പം തെറ്റെന്തുവാ? അതൊരു നല്ല കാര്യമല്ല. അതിനുവേണ്ടി ഒരു മനുഷ്യനെ ക്രൂശിക്കുകയോ കൊല്ലുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ വായിച്ച ഭാഗത്തു നിന്നും ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ ദൈവത്തിന് സമമാക്കിയത് കൊണ്ട് എന്ന് വ്യക്തമായിട്ട് ഒരു പ്രാവശ്യമല്ല, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-3 പ്രാവശ്യം നമ്മൾ ഇതിനു മുന്നേ വായിച്ചു കഴിഞ്ഞു. ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് സമമാക്കിയത് കൊണ്ട്, അത് ഞാൻ ചെയ്ത ഏത് പ്രവർത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞതാ. അപ്പോൾ അവിടെ യേശുവിന്റെ ഒരു കുറ്റസംഗതിയും കൂടെ അതിനുശേഷം എഴുതി വെച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അവിടെ എഴുതി വെക്കുക. അല്ലെങ്കിൽ കർത്താവിനെ എന്തിനാ ക്രൂശിച്ച്? അവൻ ദൈവത്തിന് സമനാക്കിയത് കൊണ്ട്, താൻ ദൈവമാണ് എന്ന് വെളിപ്പെടുത്തിയുകൊണ്ട് തന്നെയാണ് അവനെ ക്രൂശിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്. ലേവ്യ പുസ്തകം എനിക്കൊന്ന് 24-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ആരെങ്കിലും അങ്ങനെ തങ്ങളെ തന്നെ ദൈവമാക്കുകയോ അല്ലെങ്കിൽ ആ നിലയിൽ ക്ലെയിംസ് ചെയ്യുകയാണെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് എഴുതപ്പെട്ടേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കാണുന്നു, അവർ പറയുന്നത് ഞങ്ങൾക്കിതൊന്ന് ഈ അടിയും അല്ലെങ്കിൽ ഇത്ര ക്രൂരമായ ഇതൊക്കെ ഞങ്ങൾ കാണും, ഞങ്ങൾക്കിതൊന്നും പോരാ, അവനെ ക്രൂശിക്കുക തന്നെ വേണം. എന്നിട്ട് കർത്താവ് പറയാം, മേലിൽ നിന്ന് അധികാരം കിട്ടിയിട്ടല്ലാതെ ഇതൊന്നും ചെയ്യാനായിട്ട് നിനക്ക് കഴിയത്തില്ല എന്ന് നമുക്ക് കർത്താവിനോട് എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ്. നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ദാനിയേലിന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ 7 വർഷക്കാലം മൃഗം പോലെ പോയി പുല്ല് തിന്ന ഒരു അനുഭവമൊക്കെ അവിടെ വിവരിച്ചിരിക്കുന്നത് കാണാം. അതിനുശേഷം അതിനു മുമ്പ് ആ വിധി പറയുമ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: രാജാവേ, ദൈവം ആണ് ഈ അധികാരങ്ങൾ വെക്കുന്നതെന്ന് തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിന് നിനക്കിത് ഭവിക്കും എന്നാണ് പറയുന്നത്. ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കണം. രാജാവേ, ദൈവത്തിന്റെ കയ്യിലാണ് ഈ അധികാരം ഇരിക്കുന്നത്, തനിക്ക് ഇഷ്ടമുള്ളവൻ അത് കൊടുക്കുന്നു എന്ന് നീ അറിയേണ്ടതിന് വേണ്ടി. നീ തനിത്തങ്കമാണ്, തലയൊക്കെ തനിത്തങ്കമൊക്കെയാണ്. എന്നാൽ ദൈവം വെച്ച സമയത്തേക്കും ദൈവം ഉദ്ദേശിച്ച സമയത്തേക്കും മാത്രമാണ് നിനക്ക് ഈ അധികാരം തന്നിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഈ അധികാരം അത് മാറിപ്പോകുന്നതാണ്. മാത്രമല്ല, ഇത്രയും ശ്രേഷ്ഠനായ രാജാവിന് മൃഗം പോലെ പുല്ല് തീറ്റിച്ചാലും ദൈവീക പദ്ധതികളൊക്കെ നടക്കും. അതുകൊണ്ട് രാജാവേ, നീ കൂടുതൽ എന്ത് ചെയ്യരുത്? അഹങ്കരിക്കാനായിട്ട് ഇടയാകരുത്. ഇതാ എൻ്റെ ധനമാഹാത്മ്യത്തിനായിട്ട് ഞാൻ പഠിപ്പിച്ച മഹതിയാം ബാബേൽ അല്ലയോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് രൂപവ്യത്യാസം വന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അത് ചരിത്രത്തിൽ പോലും ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് വായിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദൈവം എന്നും എവിടെയും എല്ലാ മനുഷ്യർക്കും എപ്പോഴും വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ അധികാരം നീ ഇങ്ങനെ കൊണ്ടെന്ന് നീ വിശ്വസിക്കുകയും നീ അഹങ്കരിക്കുകയും നീ നിന്നെ തന്നെ ശ്രേഷ്ഠനായി ഉയർത്തുകയും ചെയ്യുന്ന ഈ അധികാരം ദൈവം തന്ന അധികാരമാണ്, നിനക്കിതിൽ നിഗളിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് അവിടെ വെളിപ്പെടുത്തുകയും. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നു, അവനിൽ ഒരു കുറ്റവുമില്ല എന്ന് 3 പ്രാവശ്യം ഈ ഭാവത്തെ എഴുതിയിരിക്കുന്നതും ഇൻഡയറക്റ്റ് ആയിട്ട് അവസാനവും പീലാത്തോസ് അത് അവരെ സമാധാനിപ്പിക്കാനും അവനെ മരണശിക്ഷയ്ക്ക് യോഗ്യനല്ല എന്ന് കൺവിൻസ് ചെയ്യിക്കാനും വേണ്ടി ശ്രമിക്കുമ്പോഴും വളരെ സമ്മർദ്ദത്തോടെ അതിലേക്ക് തന്നെ പോകുന്ന ജനത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി എന്നുള്ള സംഗതി നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാനും, നമ്മുടെ മുന്നിൽ ഒരു കുറ്റവും ചെയ്യാത്തവൻ കർത്താവേ, എന്തുകൊണ്ട് നിനക്കിതുപോലൊരു മരണം അനുഭവിക്കേണ്ടി വന്നു എന്ന് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടിയാണെന്നും ഇനി അവനെ ക്രൂശിക്കുന്നവരും ഇനി അവനെ വേദനിപ്പിക്കുന്നവരുമായി തീരാതെ കർത്താവെ, നിനക്ക് വേണ്ടി ഒരു ജയകരമായ ജീവിതം നയിക്കാനും
കർത്താവ്, ഈ ലോകം പലതും എനിക്ക് ഓഫർ ചെയ്യാമെങ്കിലും അതിലൊക്കെ ഉപരിയായിട്ട് ലോകത്തിൻ്റെ പ്രശംസയ്ക്കോ അംഗീകാരത്തിനോ വേണ്ടി ജീവിക്കാനല്ല, മറിച്ച് നീ സ്വീകരിച്ച അതേ പാതയിൽ തന്നെ, ക്രൂശിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് അന്ത്യം വരെയും പോകാനായിട്ട് കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പറയാം. പാപം അറിയാത്തവനെ, പാപവുമായിട്ടൊരു ബന്ധവുമില്ലാത്തവനെ, പാപവുമായിട്ടൊരു സംബന്ധവുമില്ലാത്തവനെ, പാപവുമായിട്ട് യാതൊരു കാര്യവും കോമൺ ആയിട്ടില്ലാത്തവനെ, പാപം അറിയാത്തവനെ, പാപം ചെയ്തിട്ടില്ലാത്തവനെ എന്നല്ല, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് എൻ്റെ പാപം അവൻ്റെ മേൽ ആരോപിച്ച് പ്രവൃത്തിയിലും സ്വഭാവത്തിലും പാപിയായ എന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ പാപ സ്വഭാവവും പാപപ്രവൃത്തിയും താൻ ഏറ്റെടുത്ത് അതിൻ്റെ ശിക്ഷയായ മരണം കാൽവരിയിൽ അനുഭവിച്ച്, നമ്മൾ ഇന്ന് രാവിലെ വെച്ച പാട്ട് പോലെ, ക്രൂശിലൂരിരുളീലേഖനായി ദൈവത്താൽ കൈവിടപ്പെട്ടവനാ നീ സഹിച്ചു ദൈവക്രോധമാതല്ല എൻ പാപം മൂലമായി നീ യോഗ്യനാ. അധികം പാടുന്നില്ല. പ്രിയ ദൈവദാസന്മാരെ, ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കട്ടെ.